അപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളമാണെന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കവും വഖഫ് നിയമ ഭേദഗതിയും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ തുറന്നു പറഞ്ഞു. ഇന്നലെ മുനമ്പത്തിന് ശേഷം മന്ത്രി സംസാരിച്ചിരുന്നു. മുനമ്പത്തെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചു എന്നും പറയുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. സമീർ സി മുഹമ്മദ് കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവർ വാക്കുകളൊന്നും വഖഫ് നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുകയാണ്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ബീച്ചിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നത്. 1,00,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭമാണ് ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് വിശദീകരിക്കുന്നതിനും ഒപ്പം തന്നെ ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി 24-നൊപ്പം ചേരുകയാണ്. വൻ വിജയമായിരിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട് കടപ്പുറത്ത് ഇതിനു മുമ്പ് നിർണായക ഘട്ടങ്ങളിലൊക്കെ പാർട്ടി നടത്തിയ ഇടപെടലുകളൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതിനൊക്കെ റിസൾട്ട് ഉണ്ടായിട്ടുമുണ്ട്. നിയമപരമായ പോരാട്ടം വേണം, പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റും വേണം. എന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. വഖഫ് എന്ന് പറയുന്നത് ഒരു പുണ്യമാർഗത്തിൽ അവനവൻ്റെ സമ്പാദ്യം അർപ്പിക്കാനുള്ള ഒരവകാശമാണ്. അതിന് സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ ഒന്നും ഒരു നഷ്ടവുമില്ല. അവരെ സമ്പാദ്യം കൊടുക്കാനുള്ള അവകാശമാണ്. അതാണ് ഇവിടെ കൈവെക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടത് മതപരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയ ഒരു അധികാരമാണ്, ഭരണഘടന. അപ്പോൾ ആ ഭരണഘടനയിലുള്ള ഇത്രയും മഹത്തായ ഒരു കാര്യം, നമ്മളെ മതേതര സ്വഭാവം തന്നെ ഇല്ലാതാക്കുന്ന കാര്യം, അതിനെതിരായി എല്ലാ മതേതര പാർട്ടികളും ഫൈറ്റിലാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണ് ഞങ്ങളും ഈ റാലി നടത്തുന്നത്. ആദിവാസികളുടെയും അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെയും ഒക്കെ ഈ സ്വത്ത് സംരക്ഷണത്തിന് ഈ നിയമ ഭേദഗതി ഇടയാക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു അവസരമാണ് ഒരുക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പച്ചക്കള്ളാണ്, വെറുതെ പറയുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഭൂമി ആരും തട്ടിയെടുക്കണില്ല, ഒന്നുമില്ല. അവരുടെ ഒരു പ്രയോഗമുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി. അത് ഈ വർഗീയത ഊതി വീർപ്പിക്കാൻ വേണ്ടി അവർ സ്ഥിരം നടത്തുന്ന ഒരു പ്രചരണമാണത്. ഭൂമി തട്ടിയെടുക്കുന്നത് ഇല്ലാതാക്കാനാണ് എന്നുള്ളത്. അപ്പോൾ അതൊന്നും ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ മുനമ്പത്തൊരു പച്ചക്കള്ളം പറഞ്ഞ് ഈ ബില്ല് പാസ്സായി അപ്പം തന്നെ നിങ്ങൾക്ക് ഭൂമി കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവരോട് വന്നിട്ട് പറയുന്നത് ഇനി സുപ്രീം കോടതി വരെ പോയി നോക്കിക്കോളിയും. അപ്പോൾ ഇതുതന്നെയാണ്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഒരു കാര്യവുമില്ല. ഒരു ഭൂമി ആരും തട്ടിയെടുത്തിട്ടില്ല. സ്വന്തം സമ്പാദ്യത്തിൽ നിന്നാണ് ആളുകളൊക്കെ ഒക്കപ്പ് ചെയ്യുന്നത്. മുനമ്പം വിഷയം സ്വാഭാവികമായി രമ്യതയിൽ പരിഹരിക്കാനാണ് സാധ്യത. കാരണം അതിനുള്ള നിയമ സംവിധാനങ്ങളൊക്കെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട്. വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പോൾ ആ കേസുണ്ട്. അവിടെ നല്ല നിലയിൽ ആ വിഷയം തീരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഗവൺമെൻറ് കോലിടാതിരുന്നാൽ മതി, ഗവൺമെൻറ് വെച്ച് താമസിപ്പിക്കാതിരുന്നാൽ മതി. ആ വിഷയം അവിടെ രമ്യതയിൽ തീരാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞ പോലെ സുപ്രീം കോടതിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് നിസ്സാരമായി വളരെ ലളിതമായി കേരളത്തിൽ തീർക്കാവുന്ന വിഷയമാണത്. ഈ വഖഫ് ബില്ലിനെ അനുകൂലിക്കാത്ത പാർട്ടികൾ ഉണ്ട്, NDA തന്നെ ഉണ്ട്. അവരൊക്കെ മാറി ചിന്തിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, നിയമ പോരാട്ടം തുടരും. ഒപ്പം തന്നെ അതിന് പുറത്തുള്ള പരിപാടികൾ, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി കൂടി മുന്നോട്ട് പോകും എന്ന കാര്യമാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കാർക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.